ഗ്രേഡിയന്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ് എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തേത് 6ാമത്തെ പാർട്ടാണ്. അപ്പോൾ ഓൾറെഡി ഉള്ള 5 പാർട്ടുകളുടെ ക്ലാസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, നമ്മൾ ചെറിയ ചെറിയ ടോപ്പിക്കുകളാക്കിയാണ് എന്ത് ചെയ്യുന്നത്, ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 5-6 പാർട്ടിലോട്ട് പോകുന്നത്. ഇപ്പോൾ നോക്കി വന്നപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി ഞാനിത് വലിച്ചു നീട്ടാൻ പോകുന്നില്ല. ഇന്നത്തെ ക്ലാസ് ഒരല്പം ലെങ്ത് കൂടുതലാണെങ്കിലും എന്ത് ചെയ്യും, ഇന്നത്തോടെ നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, കാരണം ഇനി നമ്മൾ ഇനി ഒരു പാർട്ട് നീട്ടി കൊണ്ടുപോകുന്നത് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അങ്ങോട്ടുള്ള ടോപ്പിക്കുകളും അത്ര ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്, പെട്ടെന്ന് മനസ്സിലാവുന്ന ടൈപ്പ് കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലോ. അപ്പം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ക്ലൈമറ്റിനെ പറ്റിയാണ്. അപ്പോൾ പിന്നൊരു കാര്യം കൂടെ, നിങ്ങൾക്ക് നോട്ട് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ചാനലിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറിയിട്ട് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫയൽസിൻ്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞ് ചാപ്റ്ററിൻ്റെ പേര് സെർച്ച് ചെയ്താൽ നോട്ട് കിട്ടും, PDF ആയിട്ടുള്ള നോട്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല, നേരെ ചാപ്റ്ററിലോട്ട് പോവുകയാണ്. പിന്നെ ഒരു കാര്യം കൂടെ വേണമെങ്കിൽ ഇത് പറയാം, ചാനൽ കാണുന്നവർ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലോ. ക്ലൈമറ്റ്. ഓക്കെ, അപ്പോൾ ഹിമാലയൻ മൗണ്ടൻസും നമ്മുടെ ഇന്ത്യയുടെ ക്ലൈമറ്റുമായിട്ടുള്ള ബന്ധത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, എന്താ, നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ ഇത്രയും ഭാഗത്തായിട്ടാണ് നമ്മുടെ ഹിമാലയൻ മൗണ്ടൻസ് വരുന്നത്. അത്യാവശ്യം ഉയരം കൂടിയ മൗണ്ടനാണ് നമ്മുടെ ഹിമാലയൻ മൗണ്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലൈമറ്റിന് ഈ പറയുന്ന മൗണ്ടൻ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഈ പറയുന്ന നമ്മുടെ ഇന്ത്യക്ക് മുകളിലായിട്ട് വരുന്നത്, ഓക്കെ, നമ്മുടെ ഏഷ്യ എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിന്റെ ഭാഗമാണല്ലോ ഇന്ത്യ എന്ന് പറയുന്നത്. എന്നാൽ മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾ, ഇപ്പോൾ ഇവിടെയുള്ള ചൈന നമ്മൾ എടുത്താലും ശരി, മുകളിലോട്ടുള്ള ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നായ റഷ്യ എടുത്താലും മംഗോളിയ എടുത്താലും ഇവിടുത്തെ ക്ലൈമറ്റും ഒക്കെ ആയിട്ട് നല്ല വ്യത്യാസമുള്ളൊരു ക്ലൈമറ്റാണ് നമ്മുടെ ഇന്ത്യക്കുള്ളത്. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹിമാലയ മൗണ്ടൻ്റെ ഒരു പ്രസൻസാണ്. ഇത് ഇത്രയും ഉയരം കൂടിയൊരു മൗണ്ടൻ ഈ ഭാഗത്തുള്ളത് കാരണം ഇതിന് മുകളിലോട്ടും ഇതിന് താഴോട്ടുള്ള ക്ലൈമറ്റ് 2 ടൈപ്പ് ക്ലൈമറ്റാണ് ഉള്ളത്. അപ്പോൾ 2 തരം കാലാവസ്ഥകളെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒന്നായതുകൊണ്ട് തന്നെ നമുക്ക് ഹിമാലയൻ മൗണ്ടനെ എന്ത് വിളിക്കാം, ക്ലൈമറ്റിക് ഡിവൈഡ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം, ക്ലൈമറ്റിക് ഡിവൈഡ്. ഓക്കെ, സോ ഹിമാലയൻ മൗണ്ടൻസ് ആക്ട് ആസ് എ ക്ലൈമറ്റിക് ഡിവൈഡ് ബിറ്റ്വീൻ ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ആൻഡ് സെൻട്രൽ ഏഷ്യ. ഓക്കെ, അപ്പോൾ ഈ താഴെ വരുന്ന ഭാഗത്തിനാണ് നമ്മൾ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്നത്. ഈ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിനെ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളെ ക്ലൈമറ്റിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ആരാണ്? അത് നമ്മുടെ ഹിമാലയൻ മൗണ്ടൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയും, ഹിമാലയൻ മൗണ്ടനെ ഈ 2 സ്ഥലങ്ങൾക്കും ഇടയിലുള്ള ഒരു ക്ലൈമറ്റിക് ഡിവൈഡ് എന്ന് വിളിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഹിമാലയത്തിന്റെ ക്ലൈമറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹിമാലയൻ മൗണ്ടനിലോട്ട് വന്നു കഴിഞ്ഞാൽ, മൗണ്ടൻ ആണ്, ഉയരം കൂടിയ പ്രദേശമാണ്. അപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വ്യത്യസ്തമായിരിക്കും അല്ലേ. ഇപ്പൊ നമ്മൾ ശിവാലിക് മൗണ്ടൻസ് നമ്മൾ പറഞ്ഞു, ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് ഏറ്റവും താഴെ വരുന്ന ഭാഗം. അപ്പോൾ ആ താഴോട്ട് വരുന്ന ഭാഗം ഉയരം കുറഞ്ഞതായതുകൊണ്ട് തന്നെ അവിടെ ഏതാണ്ട് ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു നോർമൽ മറ്റ് ഇന്ത്യൻ രാജ്യങ്ങൾ, ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കിട്ടുന്ന പോലത്തെ ക്ലൈമറ്റ് ആണ് കിട്ടുന്നത്. അവിടെ മഞ്ഞ് വീഴാറുണ്ട് അല്ലെ, സ്നോഫോള് നടക്കുന്ന സ്ഥലമാണ്. ഇനി ഉയരം കൂടുന്തോറും, നമ്മുടെ മൗണ്ടൻസിന്റെ ഉയരം കൂടുന്തോറും ക്ലൈമറ്റിന് നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. നമുക്ക് കോമൺ ലോജിക്ക് നമുക്ക് അറിയാവുന്നുള്ളൊരു കാര്യമാണ് അല്ലെ, എന്താണ്, എക്സ്ട്രീം ലോ ടെമ്പറേച്ചറിലോട്ട് വരെ പോകാറുണ്ട്. ഇപ്പോൾ ലഡാക്ക് റീജിയൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് പോളാർ റീജിയൻ ഉണ്ടല്ലോ, നമ്മുടെ ധ്രുവ പ്രദേശങ്ങൾക്ക് ഉള്ള അത്രത്തോളം എന്ത് ചെയ്യും, ടെമ്പറേച്ചർ ഡ്രോപ്പ് ഒക്കെ വരുന്ന സ്ഥലമാണ് ഈ പറയുന്ന ഹൈ ഓൾട്ടിറ്റ്യൂഡ് റീജിയൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഇന്ത്യൻ ക്ലൈമറ്റ് ഞാൻ പറഞ്ഞല്ലോ, മറ്റ് രാജ്യങ്ങളിലും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളെക്കാളും വ്യത്യസ്തമാണ് ഇന്ത്യൻ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മൺസൂൺ എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അല്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മൺസൂൺ. നമ്മളെ ജൂൺ മാസം സ്കൂൾ തുറക്കുന്ന സമയത്ത് ഒരു മഴ പെയ്യാറല്ലേ, ആ മഴ എന്ന് പറയുന്നത് എന്താണ്, അത് മൺസൂൺ മഴയാണ്. ഓക്കെ, അതെന്താണത്, മൺസൂൺ മഴയാണ്. മൺസൂൺ മഴയെ പറ്റി കൂടുതലായിട്ട് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ പറയുന്ന അറേബ്യൻ സീയും ഇവിടെ ഉള്ളത് എന്താണ്, ബേ ഓഫ് ബംഗാളും ഇവിടെ ഉള്ളത് ഇന്ത്യൻ ഓഷനുമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്നൊരു കാറ്റ് ഈ പറയുന്ന ജൂൺ മാസമൊക്കെ ആകുമ്പോൾ എങ്ങോട്ട് വരും, നമ്മുടെ ഇന്ത്യയിലോട്ട് വരും. ഓക്കെ, ആദ്യം നമ്മുടെ കേരള തീരത്താണ് എത്തുന്നത്. അതെന്ത് ചെയ്യും, ഇങ്ങനെ ട്രാവൽ ചെയ്ത് നമ്മുടെ ഇന്ത്യ മൊത്തം എത്തി, മൊത്തം സ്ഥലത്ത് എന്ത് ചെയ്യിക്കാറുണ്ട്, മഴ പെയ്യിക്കാറുണ്ട്. ആ കാറ്റിനെയാണ് നമ്മൾ മൺസൂൺ വിൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ മൺസൂൺ വിൻഡ് ഇന്ത്യയെ തന്നെ പിടിച്ചു നിർത്തുന്നത് ആരാണ്, അത് നമ്മുടെ ഹിമാലയൻ മൗണ്ടൻസ് ആണ്. ഓക്കെ, കാറ്റല്ലേ, അപ്പൊ കാറ്റിന് എന്താണ് വരുമ്പോഴത്തേക്ക് ഇവിടെയുള്ള ഈ കാണുന്ന മൗണ്ടൻസ് എന്ത് ചെയ്യും, അതിനെ തടഞ്ഞു നിർത്തും. ഓക്കെ, അപ്പൊ ഈ കാണുന്ന മൗണ്ടൻസ്, ഹിമാലയൻ മൗണ്ടൻസ് എന്ത് ചെയ്യും,
മഴയെ തടഞ്ഞു നിർത്തി ഇന്ത്യയിൽ മൊത്തം മഴ പെയ്യിക്കാനായിട്ട് സഹായിക്കുന്ന ആരാണ്? ഈ പറയുന്ന ഹിമാലയ മൗണ്ടനാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന് മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ക്ലൈമറ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന മൺസൂൺ വെന്റിനെ ആര് ബ്ലോക്ക് ചെയ്യും? നമ്മുടെ ഹിമാലയൻ മൗണ്ടൻസ് ബ്ലോക്ക് ചെയ്യും. അതിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടുത്തെ മേഘാലയ ഓർമ്മയുണ്ടോ? മേഘാലയ നിങ്ങൾക്ക് ഈ മേഘാലയ എന്ന് പറയുന്ന ഭാഗത്താണ് ചിറാപൂഞ്ചിയും മൗസിൻ റാമും ഉള്ളത് അല്ലെ. ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന ഇവിടെയാന്ന് പറഞ്ഞു. കാരണം എന്താ? ഈ ബേ ഓഫ് ബംഗാളിൽ നിന്ന് അടിച്ചു വരുന്ന മൺസൂൺ കാറ്റിന് ഇവിടെ തടഞ്ഞു നിർത്തും. ബേ ഓഫ് ബംഗാളിൽ നിന്ന് ഒരുപാട് ഈർപ്പവും കൊണ്ടാണ് ഈ കാറ്റ് വരുന്നത്. ആ കാറ്റിനോട് തടഞ്ഞു നിർത്തുമ്പോൾ ഒരുപാട് എന്തുണ്ടാവും? മേഘങ്ങൾ ഉണ്ടാവും. ആ മേഘങ്ങളിൽ നിന്ന് നമുക്ക് ഒരുപാട് എന്ത് കിട്ടും? മഴയുടെ കിട്ടാറുണ്ട്. അങ്ങനെ മഴ കിട്ടുന്നതുകൊണ്ട് തന്നെ ഈ പറയുന്ന നോർത്ത് ഈസ്റ്റേൺ ഭാഗത്ത് നല്ല രീതിയിലുള്ള വനങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. മൺസൂൺ വിൻഡ് നമുക്ക് അറിയാം, ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്ന കാര്യമാണ് അല്ലെ. മൺസൂൺ വിൻഡ് എന്ന് പറയുന്നത് എവിടെയാണ്? ബേ ഓഫ് ബംഗാളിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ ഈ പറയുന്ന ആസാം ഹിമാലയാസും പൂർവാചൽ ഹിൽസിന്റെ ഭാഗത്ത് തടഞ്ഞു നിൽക്കുകയും അവിടെ നല്ല രീതിയിൽ മഴ കിട്ടുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ പറയുന്ന നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ ഭാഗത്ത് പ്രത്യേകിച്ച് മേഘാലയ പ്ലേറ്റ്യൂർ നല്ല രീതിയിൽ മഴ കിട്ടാറുണ്ട്. ഓക്കെ, അപ്പോൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ റെയിൻസ് ആർ റിസീവ്ഡ് അലോങ് ദ സദേൺ സ്ലോപ്സ് ഓഫ് ദ ശിവാലിക് റേഞ്ചസ് ആൻഡ് ദ നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യ. എന്ന് വെച്ചാൽ എന്താ പറഞ്ഞത് നോക്കിയേ, ഈ ഭാഗമാണല്ലോ നമ്മുടെ ശിവാലിക് ഹിൽസിന്റെ സദേൺ സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയും ഈ ഈസ്റ്റേൺ ഭാഗത്ത് നല്ല രീതിയിൽ മഴ കിട്ടും. അപ്പൊ കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ ഒരു കാര്യമാണ് ഇവിടെ എന്ത് ചെയ്യാനുള്ളത്? ഓർത്ത് വയ്ക്കാനായിട്ടുള്ളത്. ഓക്കെ ആണോ നിങ്ങൾക്ക്? എന്താ നമ്മൾ പറഞ്ഞ 2 പോയിന്റുകൾ? ക്ലൈമറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഹിമാലയ മൗണ്ടൻ ആണ് നമ്മുടെ ഏഷ്യയ്ക്കും ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ ഇടയിലുള്ള ക്ലൈമറ്റ് ഡിവൈഡായിട്ട് ആക്ട് ചെയ്യുന്നത്. എന്താ സംഭവം? 2 സ്ഥലത്തും ടെമ്പറേച്ചർ വ്യത്യാസമാണ്. സൗത്ത് നമ്മുടെ ഈ പറയുന്ന ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ നല്ലൊരു ക്ലൈമറ്റ് ആണ് കിട്ടുന്നത്. കാരണം എന്താ? മൺസൂൺ വിൻഡിനെ തടഞ്ഞു നിർത്തുന്നത് ഹിമാലയൻ മൗണ്ടൻസ് ആണ്. അത് കാരണം നമ്മുടെ ഇന്ത്യയിൽ നല്ല രീതിയിൽ മഴ കിട്ടുന്നു. ഇനി ഹിമാലയൻ മൗണ്ടന്റെ കേസ് പറയുകയാണെങ്കിൽ എസ്പെഷ്യലി നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ ഭാഗത്തും നമ്മുടെ ശിവാലിക് ഹില്ലിന്റെ സദേൺ ഭാഗത്തും നമുക്ക് നല്ല രീതിയിൽ എന്ത് കിട്ടുന്നുണ്ട്? മഴ കിട്ടുന്നുണ്ട്. ഓക്കെ ആണോ? അപ്പൊ ഇത്രയാണ് നമുക്ക് ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ക്ലൈമറ്റും മൺസൂണും ഓക്കെയാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഹിമാലയൻ റിവറുകളെ പറ്റിയിട്ടാണ്. ഓൾറെഡി നമ്മൾ നദികളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. 3 പ്രധാനപ്പെട്ട നദികളാണ് നമ്മുടെ ഹിമാലയൻ റിവർ സിസ്റ്റത്തിൽ വരുന്നത്. ഏതൊക്കെയാണ് 3 നദികളെന്ന് നിങ്ങൾക്ക് അറിയാം. ഏതൊക്കെയാണത്? ഒന്ന് നമ്മുടെ ഇൻഡസ്, രണ്ടാമത്തേത് ഗംഗ, മൂന്നാമത്തേത് ബ്രഹ്മപുത്ര എന്നിങ്ങനെ 3 നദികൾ ചേരുമ്പോഴാണ് നമ്മുടെ ഇൻഡസ് റിവർ സിസ്റ്റം ഉണ്ടാവുക. ഇൻഡസ് അല്ല, ഹിമാലയൻ റിവർ സിസ്റ്റം. ഇതാ ഇവിടെ ഈ പറയുന്ന ഭാഗത്ത് നിന്ന് ഉത്ഭവിച്ച് ഒഴുകി 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 അറേബ്യൻ സീ പോകുന്ന നദിയും അതിന്റെ ട്രിബ്യൂട്ടറീസ് ആയിട്ടുള്ള ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജും ചേരുമ്പോഴാണ് ഇൻഡസും അതിന്റെ സിസ്റ്റവും ആവും. അടുത്ത ഇവിടെ ഉത്തരാഖണ്ഡിന്റെ ഭാഗത്ത് നിന്ന് ഉത്ഭവിച്ച് ഒഴുകി 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 എവിടെ എത്തുന്നു? നമ്മുടെ ബേ ഓഫ് ബംഗാൾ ചെന്ന് അവസാനിക്കുന്ന ഗംഗാ നദിയും അതിന്റെ ഈ പറയുന്ന ട്രിബ്യൂട്ടറീസും ചേരുമ്പോഴാണ് ഗംഗാ റിവർ സിസ്റ്റം ആവും. ഇനി ഇവിടെ നിന്ന് ഉത്ഭവിച്ച് ഇങ്ങനെ ഒഴുകേണ്ട സാങ്പോ, ടിബറ്റ് ഭാഗത്ത് ബ്രഹ്മപുത്ര വിളിക്കുന്ന പേരാണ് എന്ത്? സാങ്പോ. ഇവിടെ എത്തി ഒഴുകി 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 നമ്മുടെ ബേ ഓഫ് ബംഗാളിൽ പോകുന്ന ബ്രഹ്മപുത്രയും അതിന്റെ ട്രിബ്യൂട്ടറീസും ചേരുമ്പോഴാണ് ബ്രഹ്മപുത്ര റിവർ സിസ്റ്റം. ഇതെല്ലാം കൂടി ചേർന്നാണ് എന്താകുന്നത്? നമ്മുടെ ഹിമാലയൻ റിവർ അല്ലെങ്കിൽ ഹിമാലയൻ ഡ്രൈനേജ് സിസ്റ്റം ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താ സംഭവം. ഓരോ പോയിന്റുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് എടുത്ത് പഠിക്കാം. അപ്പൊ ഡ്രൈനേജ് സിസ്റ്റത്തിനകത്ത് ഇൻഡസും ഗംഗയും ബ്രഹ്മപുത്രയും എന്നിങ്ങനെ 3 നദികളാണ് വരുന്നത്. ഈ നദികളുടെ പ്രത്യേകത എന്താണ്? ദേ ആർ പെരിനിയൽ റിവേഴ്സ്. പെരിനിയൽ റിവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷം മുഴുവൻ ഇവിടെ എന്തുണ്ടാവും? വെള്ളം ഉണ്ടാവും. കാരണം മഴ പെയ്ത് കിട്ടുന്ന മൺസൂൺ മഴ കൊണ്ട് കിട്ടുന്ന വെള്ളവും അതുപോലെ മഞ്ഞുരുകിയുള്ള വെള്ളവും ഇവിടെ കിട്ടാറുള്ളത് കൊണ്ട് തന്നെ വർഷം മുഴുവൻ വെള്ളം ഉള്ള നദികളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പെരിനിയൽ റിവേഴ്സ് എന്ന് വിളിക്കുന്നത്. ഹിമാലയൻ നദികളെല്ലാം തന്നെ പെരിനിയൽ നദികളാണ്. എന്നാൽ നമ്മുടെ പെനിൻസുലാർ ഇന്ത്യയിലോട്ട് താഴോട്ട് വരുമ്പോൾ നമുക്കത് സീസണൽ നദികളാണ്. മഴക്കാലം അല്ലാത്തപ്പോൾ വെള്ളത്തിന്റെ അളവ് വളരെ കുറവായിരിക്കും. ഇനി ഈ നദികളെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ ഈ നദികൾ ആ മലയിലൂടെ ഒഴുകി വരുമ്പോൾ പലതരത്തിലുള്ള ലാൻഡ് ഫോമുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടാറുണ്ട്. ഏതൊക്കെയാണ്? വി ഷേപ്ഡ് വാലി, ഗോർജസ് വാട്ടർഫോൾസ്. എന്താ സംഭവം? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നതെല്ലാം. നോക്കിയേ, എന്താന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തത് നോക്കി. അപ്പൊ നമ്മുടെ നദി ഇങ്ങനെ മൗണ്ടനിൽ കൂടെ ഒഴുകി വരുന്ന സമയത്ത് ഒരു വലിയ മൗണ്ടൻ ഉണ്ടാകും. ഓക്കെ, ഈ മൗണ്ടനിൽ കൂടി നദി ഇങ്ങനെ ഒഴുകി വരും. കുറെ കാലം കഴിയുമ്പോൾ ഈ ഭാഗത്തു നിന്നുള്ള മണ്ണ് ഇളകിപ്പോയി 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 കുറെ വർഷം കഴിയുമ്പോൾ ഈ മൗണ്ടൻ തന്നെ എന്താവും? ഇങ്ങനെ ഒരു ഷേപ്പിലായിട്ടാവും. അപ്പൊ ഇതിനിടയിലൂടെയാണ് നദി എന്ത് ചെയ്യുന്നത്? ഒഴുകി പോകുന്നത്.
ഓക്കെ, ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വി എന്ന ലെറ്ററോട് സാമ്യം ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് വിളിക്കും? വി ഷേപ്പ്ഡ് വാലി അല്ലെങ്കിൽ വി ഷേപ്പുള്ള താഴ്വര എന്ന് വിളിക്കും. അങ്ങനെയാണ് വാലികൾ ഫോം ചെയ്യുന്നത്. ഗോർജസ് എന്ന് വെച്ചാൽ എന്താണ്? ഇതേപോലെ തന്നെയാണ്. ഈ മൗണ്ടൻ ഒരു ഭാഗം കട്ട് ചെയ്ത് അത് എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു വശത്തൂടെ ഒഴുകി പോകും. നമ്മൾ ഈ പറയുന്ന ലേ ലഡാക്കിലോട്ടൊക്കെ പോകുന്ന യാത്രാ വിവരണമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു വലിയ മൗണ്ടന്റെ ഒരു വശത്തൂടെ റോഡ് പോകും, അപ്പുറത്ത് ഇങ്ങനെ ഒരു താഴ്ന്ന പ്രദേശം, അതുവഴി എന്ത് ഈ വെള്ളം ഒഴുകി വരുന്നത് കാണും. ഓക്കെ, ഇനി വാട്ടർഫോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ് വാട്ടർഫോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? വെള്ളച്ചാട്ടം അല്ലേ? കാരണം ഇപ്പോൾ ഒരു മൗണ്ടന്റെ മുകളിൽ കൂടിയാണ് ഇങ്ങനെ വെള്ളം ഒഴുകുന്നത്. ഓക്കെ, എന്നാൽ ഈ പാറകളെല്ലാം ഒരുപോലെ അല്ല. ചില പാറകൾ എന്തായിരിക്കും? വെള്ളത്തിൽ അലിയാത്ത പാറകളായിരിക്കും. ചില പാറകൾ വെള്ളത്തിൽ അലിയുന്നതായിരിക്കും. അപ്പോൾ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുമ്പോൾ ഈ വെള്ളത്തിൽ അലിയുന്ന പാറയിൽ നിന്ന് എന്ത് ചെയ്യും? മണ്ണ് കൂടെ കൊണ്ടുപോയി ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോൾ ആ ഭാഗം ഇല്ലാതാവുകയും വെള്ളം വന്നിട്ട് പെട്ടെന്നൊരു സ്ഥലത്തോട്ട് വന്ന് പതിച്ചു പോവുകയും ചെയ്യും. ഇതാണ് എന്തെന്ന് പറയുന്നത്? വാട്ടർഫോൾ എന്ന് പറയും. ഓക്കെ, നിങ്ങൾ കഴിഞ്ഞ വർഷമുള്ള 9ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിൽ ഈ വാട്ടർഫോൾ എന്താണെന്നൊക്കെ ഉള്ളതുണ്ടായിരുന്നു. ഇപ്പൊ നമുക്കത് പഠിക്കേണ്ട ജസ്റ്റ് കാര്യം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതിയാവും. നമുക്ക് മെയിനായിട്ട് നമ്മുടെ ഹിമാലയൻ റിവർ സിസ്റ്റത്തിലോട്ട് വരാം. 3 നദികളാണ് ഉള്ളതെന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് ഇൻഡസും ഗംഗയും ബ്രഹ്മപുത്രയും. അതിൽ ആദ്യം നമുക്ക് നോക്കാം ഇൻഡസ് റിവർ. അപ്പൊ എന്താണ് നമുക്ക് ഇൻഡസ് റിവറിനകത്ത് പറയാനുള്ളത്? ഈ കാണുന്നതാണ് ഇൻഡസ് റിവർ. ടിബറ്റിലെ ഓക്കെ കണ്ടോ, ബോക്കാർ ചു ഗ്ലേഷ്യർ. എന്താണ്? ടിബറ്റിലെ ബോക്കാർ ചു ഗ്ലേഷ്യറിൽ നിന്ന് ഉത്ഭവിച്ച് ഇടത്തേക്ക് ഒഴുകി ഇന്ത്യയിലേക്ക് എത്തി, ഇന്ത്യയിലെ ജമ്മു കാശ്മീർ ഭാഗത്തൂടെ ഒഴുകി പാകിസ്ഥാനിലേക്ക് എത്തി, അതുവഴി ഒഴുകി നമ്മുടെ അറേബ്യൻ സീയിൽ പതിക്കുന്ന നദിയാണ് ഇൻഡസ് എന്ന് പറയുന്നത്. ഇന്ത്യക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇൻഡസിന്റെ 5 പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് ആണ് ഉള്ളത്. അതായത് പോഷക നദികൾ. ഏതൊക്കെയാണ്? ജലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ്. ഓക്കെ, ഇതാണ് പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒറിജിനേറ്റ് ചെയ്യുന്നത് ബൊക്കാർചു ഗ്ലേഷ്യർ നിയർ മാനസരോവർ ലേക്ക്. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ഒഴുകി വരുന്നു. പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് നമ്മൾ മുന്നേ ഒരു ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഓക്കെ, അപ്പോൾ ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ബോക്കാർചു ഗ്ലേഷ്യറിൽ നിന്നാണ്. ഇവിടെ നിന്നാണ് ബോക്കാർചു ഗ്ലേഷ്യറിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, ബോക്കാർചു നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു. എവിടെയാണ് ബോക്കാർചു ഗ്ലേഷ്യർ? മാനസ സരോവർ ലേക്കിന് അടുത്താണ്, ടിബറ്റിലാണ്, ഇന്ത്യയിൽ അല്ല. ഓക്കെ ആണോ? അപ്പൊ അതാണ് ഇൻഡസ് റിവർ. ബോക്കാർചു ഉത്ഭവിക്കുന്നു, ഒഴുകുന്നു. നെക്സ്റ്റ് ഗംഗാ നദി. ഇപ്പൊ ഗംഗാ നദി നമ്മൾ പറയുകയാണെങ്കിൽ ഗംഗാ നദി ഇത് ഉത്ഭവിക്കുന്നത് ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്നാണ്. ഇവിടെ നിന്നാണ്? ഉത്തരാഖണ്ഡ് സംസ്ഥാനമാണല്ലോ ഈ കാണുന്നത് അല്ലെ? ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഗംഗ. അതിനടുത്ത് യമുനോത്രി ഗ്ലേഷ്യറിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി യമുന. രണ്ടും അടുത്തടുത്ത്. അങ്ങനെ ഗംഗ യമുനയൊക്കെ ഒഴുകി വരുന്നു. അതെന്ത് ചെയ്യുന്നു? ഒരുമിച്ച് ഒരു സ്ഥലത്ത് വെച്ച് ചേരുന്നു. ഫർദർ ഇങ്ങനെ ഒഴുകി പോകുന്നു. ഈ പറയുന്ന ഗംഗാ നദി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഗംഗാ നദിയുടെ പ്രധാനപ്പെട്ട കുറച്ച് ട്രിബ്യൂട്ടറീസ് ഒന്ന് നോക്കി വെക്കാം. പ്രധാനമായിട്ടുള്ള ഒന്ന് യമുന. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന റിവറുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതൊക്കെ വരുന്നുണ്ട്? ഘാഗ്ര ഉണ്ട്, ഖണ്ഡക് ഉണ്ട്, കോസി ഉണ്ട്. ഘാഗ്ര, ഖണ്ഡക്, കോസി, ഇങ്ങനെ 3 ട്രിബ്യൂട്ടറീസ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. എന്നാൽ ഈ പറയുന്ന ചമ്പൽ, സിന്ധ്, ബെത്വ, കെൻ, സോൺ, ഹൂഗ്ലി, ദാമോദർ ഇതൊക്കെ എന്താണ്? പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് തന്നെയാണ്. ടെസ്റ്റിൽ പറയുന്ന പേരുകൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഏതൊക്കെയാണ് ആ ടെസ്റ്റിൽ പറയുന്ന പേരുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെയാണത്? നമ്മുടെ ഘാഗ്ര, ഖണ്ഡക്, കോസി, യമുന. ഇവിടെ നിന്ന് ഉത്ഭവിക്കുന്നു ഫ്രം ഗംഗോത്രി ഗ്ലേഷ്യർ. ഓക്കെ, ഗംഗോത്രി ഹിമാനിയിൽ നിന്ന് ഉത്ഭവിച്ച് ഉത്തരാഖണ്ഡിലാണ് ഒഴുകി ബേ ഓഫ് ബംഗാൾ കടലിൽ പോയി ചേരുന്ന നദിയാണ് ഗംഗാ നദി എന്ന് പറയുന്നത്. ഓക്കെ, എവിടെയാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ഗംഗോത്രി ഗ്ലേഷ്യർ. ഗംഗോത്രി ഗ്ലേഷ്യർ എന്ന് പറയുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡില് ഗൗമുഖ് എന്ന് പറയുന്ന ഒരു ഗുഹയ്ക്കകത്ത് നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നതെന്നാണ് പറയുന്നത്. നമ്മുടെ ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ എന്ന് പറയുന്നത്. യമുനയും ഘാഗ്രയും ഖണ്ഡക്കും കോസിയും എന്താണ്? ഇമ്പോർട്ടന്റ് റിവേഴ്സ് ആണ്. അതിൽ ഈ പറയുന്ന ഘാഗ്ര, ഖണ്ഡക്, കോസി നമുക്കറിയാം നേപ്പാൾ ഭാഗത്തു നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. 3ാമത്തെ നദിയാണ് ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്രയും നമ്മുടെ ഇൻഡസിനെ പോലെ തന്നെ മാനസ സരോവർ ലേക്കിനകത്തുള്ള ചെമയുങ്തുങ് ഗ്ലേഷ്യറിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇവിടെ നിന്നാണ് ചെമയുങ്തുങ് ഗ്ലേഷ്യർ. ഉച്ചാരണത്തിലുള്ള തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പൊ അവിടെ നിന്ന് ഉത്ഭവിച്ച് വലത്തേക്ക് ഒഴുകുന്നു. അവിടെ നമുക്ക് സാങ്പോ എന്ന് ടിബറ്റിൽ അറിയപ്പെടുന്നു. ഇത് ഇവിടെ വെച്ച് ദിഹങ് ഗോർജിന്റെ അവിടെ വെച്ചൊരു ടേൺ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? അരുണാചൽ പ്രദേശിലോട്ട് എൻ്റർ ചെയ്ത് ഒഴുകി എന്താണ് നമ്മുടെ ഗംഗയുടെ ബംഗ്ലാദേശിലോട്ട് ഒഴുകുന്ന ഒരു ട്രിബ്യൂട്ടറി ആയിട്ട് ചേർന്നിട്ട്
എന്ത് ചെയ്യും, നേരെ പോയിട്ട് ബേ ഓഫ് ബംഗാളിൽ ചേരും. ഓക്കെ, അതാണ് നമ്മുടെ ബ്രഹ്മപുത്ര നദി എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസിലൊന്ന് ദിബംഗാണ്. അതായത് കാണുന്ന ദിബംഗ്, ലോഹിത് ഉണ്ട്, പിന്നെ ഏതാണ്, മനാസുമാണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. സുബാൻസിറിയും എന്താണ് പ്രധാനപ്പെട്ട ഒരു ട്രിബ്യൂട്ടറിയാണ്. നമ്മൾ മുന്നേ പഠിച്ച ടീസ്റ്റ നദിയും ബ്രഹ്മപുത്രയുടെ ഒരു ട്രിബ്യൂട്ടറി ആണ്. ഓക്കെ, അപ്പോൾ ബ്രഹ്മപുത്ര ചെമയങ്തും ഗ്ലേഷ്യറിൽ നിയർ ബാൻസരോവർ ലേക്കിൽ നിന്ന് ഉത്ഭവിക്കുന്നു, വലത്തേക്ക് ഒഴുകുന്നു. ഇൻഡസ് ഇടത്തോട്ടാണ് ഒഴുകിയത്, ഇത് വലത്തോട്ട് ഒഴുകുന്നു. സാങ്പോ എന്നറിയപ്പെടുന്നു. ദിഹങ് എന്ന് പറയുന്ന ഈ ദിബംഗ് നദിയുടെ പേര് ദിഹങ് എന്ന് പറയുന്ന ഒരു ഗോർജ് ഉണ്ട് പാറകൾക്കിടയിലൂടെ. ഓക്കെ, അവിടെ വെച്ചിട്ടാണ് ഇതിങ്ങനെ ടേൺ ചെയ്ത് എങ്ങോട്ട് എൻ്റർ ചെയ്യുന്നത്, ഇന്ത്യയിലോട്ട് വരുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് എന്തിനെ പറ്റി പറയാനുള്ളത്, നമ്മുടെ ബ്രഹ്മപുത്ര നദിയെ പറ്റി പറയാനുള്ളത്. അപ്പൊ അതാണ് 3 നദികൾ. ഓക്കെ, 3 നദികൾ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഏതൊക്കെയാണ് 3 നദികൾ? ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര. അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഇൻഡസ്, രണ്ടാമത് പറഞ്ഞത് ഗംഗ, മൂന്നാമത്തെ ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര ഒറിജിനേറ്റ് ചെയ്യുന്നത് ചെമയങ്തും ഗ്ലേഷ്യറിൽ നിന്നാണ്. മാനസരോവർ ലേക്കിനടുത്ത് ദിബംഗും ലോഹിത്തും മാനാസും പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് ആണ്. ഇത്രയാണ് നമുക്ക് നദികളെ പറ്റിയിട്ട് പഠിക്കാവുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ക്ലാസ്സോടെ നമുക്ക് ചാപ്റ്റർ അങ്ങ് തീർക്കാം. അതുകൊണ്ട് അടുത്ത ടോപ്പിക്കിലോട്ട് പോകുന്നു. സോയിൽ, മണ്ണ്. ഓക്കെ, പ്രധാനമായിട്ടും ഹിമാലയത്തിന്റെ ഭാഗത്ത് മൗണ്ടെയിൻ സോയിലാണ് കാണപ്പെടുന്നത്. അതായത് പാറ ഉള്ള അല്ലെങ്കിൽ മലകൾ കാണുന്ന മണ്ണ്, അല്ലെങ്കിൽ ഫോറസ്റ്റ് സോയിൽ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ മൗണ്ടൻ സോയിൽ പാറകൾ കൂടുതലുള്ള അല്ലെങ്കിൽ പാറകൾ പൊടിഞ്ഞ കൂടുതൽ അംശങ്ങളുള്ള മൗണ്ടൻ സോയിലും അതുപോലെ വനത്തിൽ കാണുന്ന ഫോറസ്റ്റ് സോയിലുമാണ് ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ എന്ന് പറയുന്നത്. എന്നാലും ഈ പറയുന്ന മണ്ണിന്റെ ടെക്സ്ചറും പാർട്ടിക്കിൾ സൈസും ഒക്കെ ഈ എൻവയോൺമെന്റിനനുസരിച്ച് മാറാറുണ്ട്. ഇപ്പോൾ വാലീസ് എടുക്കുകയാണെങ്കിൽ, താഴ്വര ഭാഗങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, നല്ല ചെറിയ പൊടി മണ്ണ്. അതുപോലെ ഈ മണ്ണിനകത്ത് ഒരുപാട് ജൈവ പിന്നെ നമ്മളെന്താ പറയുന്നത്, നമ്മൾ എന്താ പേര് പറയില്ല, മറന്നുപോയല്ലോ, ഹ്യൂമസ് കണ്ടന്റ് ആണ്. ഹ്യൂമസ് എന്ന് വെച്ചാൽ മലയാളത്തിൽ എന്തെന്നുള്ളത് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്, നമ്മൾ ഈ ജീവജാലങ്ങളൊക്കെ ഈ മണ്ണിൽ കിടന്നിട്ട് ദ്രവിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവമല്ലേ, അതാണ് എന്തെന്ന് പറയുന്നത്, ഹ്യൂമസ് എന്ന് പറയുന്നത്. അപ്പോൾ വാലി ഭാഗത്ത് ഈ നദികളൊക്കെ ഒഴുകി വരുമ്പോൾ കൊണ്ടുവരുന്ന മണ്ണൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അവിടെ എന്താണ് ഈ ഹ്യൂമസ് കണ്ടന്റും അതുപോലെ മണ്ണിന്റെ സൈസും ഒക്കെ വളരെ ചെറുതാണ്. എന്നാൽ ചില വാലീസ്, നമ്മുടെ കാശ്മീർ വാലിയുടെ ഭാഗത്തൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ അലൂവിയൽ ഡെപ്പോസിറ്റ് കാണാൻ പറ്റും. എന്താണ് അലൂവിയൽ ഡെപ്പോസിറ്റ്? എക്കൽ മണ്ണുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇന്ത്യയിലുള്ള ഏറ്റവും ഫലഭൂയിഷ്ടമായ മണ്ണാണ് ഏത്? എക്കൽ മണ്ണെന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം, നമ്മുടെ ഈ പ്രളയമൊക്കെ ഉണ്ടായില്ലടാ, ഇപ്പോൾ എല്ലാ സ്ഥലത്തും വെള്ളം കയറിയില്ലേ, ഈ വെള്ളം ഒഴുകിപ്പോയി കഴിയുമ്പോൾ അവിടെ കുറെ ചെളി കിടക്കത്തില്ലേ, ഇതുപോലത്തെ ചെളികൾ നദികളുടെ തീരത്ത് അടിഞ്ഞുണ്ടാകുന്ന സോയിലാണ് അലൂവിയൽ സോയിൽ. നമ്മുടെ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ് നമ്മൾ പഠിച്ചു ആദ്യത്തെ ക്ലാസ്സിൽ. ഈ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ് മൊത്തം ഇതുപോലത്തെ മണ്ണാണ്. അതുകൊണ്ട് അവിടെ ഭയങ്കര ഫെർട്ടിലിറ്റി ഉള്ള മണ്ണാണ്. അതുകൊണ്ട് കൃഷി നന്നായിട്ട് നടക്കുന്ന സ്ഥലം. അതുപോലെ കാശ്മീർ വാലികളിൽ നദികളുടെ ഡെപ്പോസിഷൻ കാരണം അവിടെ മണ്ണ് കാണാറുണ്ട്. കരേവാസ് എന്ന് പറയുന്നത് ഈ പറയുന്ന കാശ്മീർ വാലിയിൽ കാണപ്പെടുന്ന ഗ്ലേഷ്യൽ സെഡിമെന്റ് ആണ്. എന്താ ഗ്ലേഷ്യൽ സെഡിമെന്റ് എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു ഈ മഞ്ഞ് അല്ലെങ്കിൽ ഹിമാനികൾ പതുക്കെ എന്ത് ചെയ്യും, ഈ മഞ്ഞിടിച്ചിലൊക്കെ ഉണ്ടാകുന്ന ഒരു വാർത്തയിൽ നമ്മൾ കാണത്തില്ലേ. മഞ്ഞിടിച്ചിലെന്ന് വെച്ചാൽ പെട്ടെന്നുണ്ടാകുന്ന മണ്ണ് ഇങ്ങനെ ഇടിഞ്ഞു വീഴുന്നതാണ്. എന്നാൽ പതുക്കെ സമയമെടുത്ത് പതുക്കെ എന്ത് ചെയ്യും, ഈ മഞ്ഞ് പതുക്കെ താഴോട്ട് വരുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ വെള്ളം കൊണ്ടുവരുന്ന പോലെ ഈ പറയുന്ന ഗ്ലേഷ്യേഴ്സും എന്ത് ചെയ്യും, ചെളി കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ചെളിയാണ് നമ്മൾ ഗ്ലേഷ്യൽ സെഡിമെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന കരേവാസ് എന്ന് പറയുന്നത് വാലികളിൽ കാണുന്ന സെഡിമെന്റുകളാണ്. ഇനി ഹൈ സ്ലോപ്സ്, അല്ലെ ഉയർന്ന താഴ്വാരങ്ങൾ എടുക്കുകയാണെങ്കിൽ അവിടെയൊക്കെ കട്ടിയുള്ള കല്ലുകളും അതിനകത്ത് ഹ്യൂമസ് കണ്ടന്റ് ഒന്നും അധികം കാണത്തില്ല. ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ ഹിമാലയൻ ഭാഗത്ത് പ്രധാനമായിട്ട് മൗണ്ടൻ സോയിലോ ഫോറസ്റ്റ് സോയിലോ കാണുന്നത്. എന്നിരുന്നാലും ഈ പറയുന്ന ഉയരം മാറുന്നതിനനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും. വാലി ഭാഗത്ത് ഹ്യൂമസ് കണ്ടന്റ് ഉള്ള നല്ല മണ്ണാണ് കാണപ്പെടുന്നത്, അലൂവിയൽ മണ്ണാണ് കാണപ്പെടുന്നത്. ഉദാഹരണം കാശ്മീർ വാലിയിലെ കരേവാസ്, അത് ഗ്ലേഷ്യറിന്റെ സെഡിമെന്റ് ഡെപ്പോസിറ്റ് കാരണം ഉണ്ടാവുന്നതാണ്. എന്നാൽ ഉയർന്ന പ്രദേശങ്ങൾ എത്തുമ്പോഴത്തേക്ക് അവിടെ കോഴ്സ് ഗ്രെയിൻ ആയിട്ടുള്ള ലോ ഹ്യൂമസ് കണ്ടന്റ് ഉള്ള സോയിലാണ് കാണപ്പെടുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് നമുക്ക് അടുത്ത ടോപ്പിക്കാണ് പറയാനുള്ളത്, നാച്ചുറൽ വെജിറ്റേഷൻ. ഇതൊന്ന് ശ്രദ്ധിച്ചിരിക്കണം, സംഭവം സിമ്പിൾ ആണ്, എന്നാലും ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഉയരം, ഒരു സ്ഥലത്തിന്റെ ഭൂപ്രകൃതി, അവിടുത്തെ മണ്ണിന്റെ ടൈപ്പ്, അവിടുത്തെ കാലാവസ്ഥ, ഇതിനൊക്കെ അനുസരിച്ച് നാച്ചുറൽ വെജിറ്റേഷൻ മാറിക്കൊണ്ടിരിക്കുന്ന വെച്ചാൽ മരങ്ങളും ചെടികളുടെയും വ്യത്യാസം. ഇപ്പൊ ഈസ്റ്റേൺ ഹിമാലയമാണ് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കുക. ഇവിടെയാണ് ഈസ്റ്റേൺ ഹിമാലയമാണ് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ തൽക്കാലം ഈ മാപ്പിൽ ഒന്ന് കാണിച്ചില്ല, നോക്കൂ. ഇപ്പൊ നമുക്കറിയാം ഈസ്റ്റേൺ ഹിമാലയം എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗമാണ് അല്ലേ. അപ്പൊ ഈ ഈസ്റ്റേൺ ഹിമാലയം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ കൂടുതലും കാണപ്പെടുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ മഴ എന്ന് പറയുന്നത് ഏതാണ്ട് 200 സെന്റിമീറ്റർ കൂടുതലാണ് മഴ കിട്ടുന്നത്.
എന്ന് വെച്ചാൽ നല്ല അളവിൽ മഴ കിട്ടും. നല്ല അളവിൽ മഴ കിട്ടുമ്പോൾ നല്ല രീതിയിൽ മലപ്രദേശത്തിൽ ആൾതാമസമൊന്നും ഇല്ലല്ലോ, അപ്പോൾ നല്ല രീതിയിൽ കാടുണ്ടാവും. അപ്പൊ ഇവിടെ കാണുന്നത് എവർ ഗ്രീൻ ഫോറസ്റ്റ് ആണ്. എന്താണ്? എവർ ഗ്രീൻ ഫോറസ്റ്റുകളാണ് എവിടെ കാണപ്പെടുന്നത്? നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് കാണുന്നത്. എന്താണ് എവർഗ്രീൻ ഫോറസ്റ്റ്? നിത്യഹരിത വനങ്ങൾ എന്ന് പറയും. അതായത് ഇവിടെ നമ്മൾ ട്രീസ് ഉണ്ടല്ലോ, ദ ട്രീസ് ഡു നോട്ട് ഷെഡ് ദെയർ ലീവ്സ്. ഓക്കെ, ഡു നോട്ട് ഷെഡ് ദെയർ ലീവ്സ്. അതായത് ഇവിടെ ഇല കൊഴിക്കാത്ത മരങ്ങളാണ് ഉള്ളത്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നമുക്കറിയാം, ഈ പറയുന്ന മഞ്ഞുകാലത്തിന് മുന്നേറ്റ് ഈ മരങ്ങൾ എന്ത് ചെയ്യും? അതിന്റെ ഇല കൊഴിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ മരങ്ങളൊന്നും ഇല കൊഴിക്കത്തില്ല. കാരണം എപ്പോഴും വെള്ളം കിട്ടുന്ന നല്ലൊരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ചെടിക്ക് വളരാൻ അനുയോജ്യമാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ് ഇവിടെ എവർഗ്രീൻ ഫോറസ്റ്റുകളാണ് കാണപ്പെടുന്നത്. അപ്പോൾ വെജിറ്റേഷനെ പറ്റി പറയുമ്പോൾ നോർത്ത് ഈസ്റ്റേൺ ഭാഗത്തെ വെജിറ്റേഷൻ എന്താണ്? അത് എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. അതായത് അവിടെ മഴ നന്നായിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല നിത്യഹരിത, നല്ല ഫുൾ തിക്കായിട്ടുള്ള നല്ല 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 ആണിപ്പൊളി, നമ്മൾ കാടുന്ന ആമസോൺ കാടെന്നൊക്കെ പറയും പോലത്തെ തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ആണ് ഇവിടെ ഉള്ളത്. ഈ പറയുന്ന ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് വെജിറ്റേഷൻ ആണ് ഇവിടെ കാണുന്നത്. ഈസ്റ്റേൺ ഹിമാലയാസ്, നോർത്ത് ഈസ്റ്റേൺ ഹിൽസിന്റെ ഭാഗത്തും കാണുന്നു. എന്നാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ ഇതല്ല അവസ്ഥ. അതായത് ഓക്കെ, ഇപ്പൊ നമ്മൾ ഇവിടെ എടുക്കുകയാണ്, നമ്മൾ ഹിമാലയ മൗണ്ടൻ എടുക്കുകയാണ് അല്ലെ. ഹിമാലയ മൗണ്ടൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്സ്, ട്രാൻസ് ഹിമാലയൻ റേഞ്ചസ്, പിന്നെ നമ്മൾ റീജിയണൽ ഡിവിഷൻ ഒക്കെ പഠിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, എല്ലാ മൗണ്ടന്റെ ഉയരം ഒരുപോലെ അല്ല. ഓക്കെ, ഹിമാദ്രിയാണ് ഏറ്റവും ഉയരം കൂടുതൽ, ഹിമാചൽ അതിലും കുറവാണ്, ശിവാലിക്ക് അതിലും കുറവാണ്. അപ്പൊ ഇങ്ങനെയാണ് മൗണ്ടൻസ്. അപ്പൊ എല്ലായിടത്തും ഒരുപോലെ അല്ല ഇവിടുത്തെ മരങ്ങളും ചെടികളും എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോവർ മൗണ്ടൻ സ്ലോപ്സിൽ, ഓക്കെ, എവിടെയാണ്? ലോവർ മൗണ്ടൻ സ്ലോപ്സിൽ, അതുപോലെ ഈ വാലീസിന്റെ ഒക്കെ ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്തൊക്കെ കാണുന്നത് ഒരു പ്രത്യേകതരം മരങ്ങളായിരിക്കും. നമുക്കതിനെ സെമി എവർഗ്രീൻ ഡെസിഡിയസ് ഫോറസ്റ്റ് എന്ന് പറയാം. ഇത് പറയാം സെമി എവർഗ്രീൻ ഡെസിഡുവസ് ഫോറസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? എവർഗ്രീൻ ഫോറസ്റ്റ് മറ്റേ ഇല കൊഴിക്കാത്ത മരങ്ങളാണോ? അല്ല, സെമി എവർഗ്രീൻ എന്ന് വെച്ചാൽ കുറെ മരങ്ങളൊക്കെ കൊഴിക്കും, ബാക്കിയൊക്കെ എന്താണ്? ഇല കൊഴിയുന്ന ഡെസിഡിയസ് ഫോറസ്റ്റ് എന്ന് വെച്ചാൽ സീസൺ അനുസരിച്ച് ഇല കൊഴിയുന്ന മരങ്ങളുള്ള ഫോറസ്റ്റ് ആണ് ഇവിടെ കാണുന്നത്. ഇതുപോലത്തെ ലോവർ മൗണ്ടൻ റേഞ്ചസ് അല്ലെങ്കിൽ വാലീസിൽ കാണപ്പെടും. എന്നാൽ നമ്മൾ നോക്കുമ്പോൾ കുറച്ചുകൂടി ഉയരമുള്ള സ്ഥലം എത്തുമ്പോഴത്തേക്കും ഏതാണ്ട് നമുക്കൊരു 1000 to 2000 മീറ്റർ ഉയരമൊക്കെ എത്തുന്ന സ്ഥലം നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ വരുമ്പോൾ അവിടെയുള്ള മരങ്ങളുടെ സ്വഭാവം എന്ത് ചെയ്യും? മാറും. ഇവിടെ വരുന്നത് മോയിസ്റ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ് ആണ്. ഓക്കെ, എന്താണ്? മോയിസ്റ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ് ആണ് കാണപ്പെടുന്നത്. ഓക്കെ, അതായത് ഇവിടെ ഏതാണ് നമുക്കൊരു ആവറേജ് 100 to 200 സെന്റിമീറ്റർ മഴ കിട്ടുമ്പോൾ ഫുള്ള് നമുക്ക് ഈ പറയുന്ന പോലെ എവർഗ്രീനും അല്ല മറ്റതുമല്ല, എന്താണ്? ഒരു മോയിസ്റ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ് ആണ് കാണപ്പെടുന്നത്. എന്നാൽ ഉയരം വീണ്ടും കൂടും. ഓക്കെ, വീണ്ടും നമ്മുടെ ഉയരം കൂടി പോകുന്ന സമയത്ത് ഇവിടുത്തെ മരങ്ങളുടെ സ്വഭാവം വീണ്ടും എന്ത് ചെയ്യും? മാറും. ഇവിടെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണപ്പെടുന്നത് കോണിഫറസ് ഫോറസ്റ്റ് ആണ് കാണപ്പെടുന്നത്. എന്താണ് കാണപ്പെടുന്നത്? കോണിഫറസ് ട്രീസ് ഉള്ള ഫോറസ്റ്റ് ആണ് കാണപ്പെടുന്നത്. കോണിഫറസ് ട്രീസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ക്രിസ്മസ് ട്രീ പോലെ ഇങ്ങനെ ഉയരത്തിൽ നിൽക്കൂല, ഇങ്ങനെയുള്ള പ്രത്യേക ഷേപ്പിലുള്ള മരങ്ങൾ. ഈ മഞ്ഞ് വീഴ്ചയൊക്കെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിസ്മസ് ട്രീ പോലത്തെ മരങ്ങളാണ് കോണിഫറസ് ട്രീസ് എന്ന് പറയുന്നത്. ഇത് എവിടെ കാണുന്നത്? ഈ ഹൈ എലിവേഷനുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്നത്. വീണ്ടും ഉയരം കൂടുമ്പോഴത്തേക്ക് പിന്നെ അവിടെ മരങ്ങളൊന്നുമില്ല. അവിടെ പിന്നെ എന്താ ഉള്ളത്? ഷ്രബ്സ് ആണുള്ളത്. ഓക്കെ, എന്താണ്? ഷ്രബ്സ്. മരങ്ങളോട് അത്രയും ഉയരമുള്ള മരങ്ങളല്ല, കുറച്ചുകൂടി ഉയരം കുറഞ്ഞ മരങ്ങളാണുള്ളത്. ഇനി വീണ്ടും ഉയരത്തിൽ പോകുമ്പോൾ നമ്മുടെ മാക്സിമം ഉയരമൊക്കെ എത്തുമ്പോഴത്തേക്കും അവിടെ പിന്നെ സാധാരണ ചെടിയൊക്കെ ഒന്നും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അവിടെ പിന്നെ എന്താ ഉള്ളത്? അവിടെ ഉള്ളതാണ് ആൽപീൻ വെജിറ്റേഷൻ. എന്തോ അവിടെ ഉള്ളത്? ആൽപീൻ വെജിറ്റേഷൻ. എന്താണ് ഈ ആൽപീൻ അല്ലെങ്കിൽ ആൽപൈൻ വെജിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പിന്നെ ഈ ആൽഗെ, പായല്, ലൈക്കൺസ് പോലെയുള്ള സാധനങ്ങളാണ് എന്ത് ചെയ്യുന്നത്? അവിടെ കാണപ്പെടുന്നത്. മൊത്തം കൺഫ്യൂഷനായ ഒന്ന് ശ്രദ്ധിച്ചോ? എന്താ പറഞ്ഞത്? നമുക്ക് മൗണ്ടന്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് ചെടികളുടെ സ്വഭാവത്തിൽ എന്ത് വരും? മാറ്റങ്ങൾ വരും അല്ലെ. ഒരു വലിയ മൗണ്ടൻ ഉണ്ടോ എന്ന് വിചാരിക്കുക, അതിന്റെ താഴ്ഭാഗങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്താ ഉള്ളത്? അവിടെ ഏതാണ്ട് എവർഗ്രീൻ ആയിട്ടുള്ള അല്ലെങ്കിൽ സെമി എവർഗ്രീൻ ആയിട്ടുള്ള ഡെസിഡിയസ് ആയിട്ടുള്ള ചെടികളാണ് കാണപ്പെടുന്നത്. ഉയരം വീണ്ടും കൂടുമ്പോൾ അവിടെ കോണിഫറസ് ട്രീസ് ആണ് വരുന്നത് അല്ലെ. എന്ന് വെച്ചാൽ എന്താണ്? മഞ്ഞിനെ അതിജീവിക്കുന്ന ചെടികൾ. വീണ്ടും ഉയരം കൂടുമ്പോൾ അവിടെ വരുന്നതാണ് എന്ത്? ആൽപൈൻ വെജിറ്റേഷൻ. എന്ന് വെച്ചാൽ ഇവിടെ ചെടികളും മരങ്ങളും ഒന്നും കാണത്തില്ല, പായലും കാര്യങ്ങളൊക്കെ കാണും. ഇതാണ് നാച്ചുറൽ വെജിറ്റേഷനിൽ വരുന്ന കാര്യം. ഒന്ന് ശ്രദ്ധിച്ചോളണേ. ഓക്കെ, അപ്പൊ വാലീസിലും ലോവർ മൗണ്ടൻ സ്ലോപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഇവിടെ നോക്കി എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്? ഇതൊന്ന് പെന്നൊന്ന് എടുത്തോട്ടെ, ഒരു സെക്കൻഡ്. ഓക്കെ, ഇത് നോക്കിയോ? ഡിപ്പെൻഡിങ് ഓൺ ദ ചേഞ്ച് ഇൻ ഓൾട്ടിറ്റ്യൂഡ്, ഉയരത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് നാച്ചുറൽ വെജിറ്റേഷനും മാറും. ഓക്കെ,
അതായത് ഉയരം കുറഞ്ഞ സ്ഥലങ്ങളിൽ എവർഗ്രീൻ ഫോറസ്റ്റും ഉയരം കൂടി കൂടി പോകുമ്പോഴത്തേക്കും ഏതാണ്ട് തുണ്ട്ര വെജിറ്റേഷൻ, ഞാൻ ആൽപ്പിൻ പറഞ്ഞ പോലത്തെ വരുന്ന സാധനമാണ് എന്ത് ഈ പറയുന്ന തുണ്ട്ര വെജിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, തുണ്ട്ര വെജിറ്റേഷൻ എന്ന് വെച്ചാൽ ഇതാണ് പായല്, ഓക്കെ, മോസസ്, ലൈക്കൺസ്, ഗ്രാസ് എക്സെട്ര ഒക്കെ അങ്ങ് മുകളിൽ കാണുള്ളൂ. ഓക്കെ, ഇനി നോക്കിയേ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വാലീസിലും ലോവർ മൗണ്ടൻസിലും അല്ലെ താഴ്വരയിലും ഉയരം കുറഞ്ഞ ഭാഗത്ത് നമുക്ക് സെമി എവർഗ്രീൻ ഡെസിഡിയസ് ഫോറസ്റ്റ് ആണ് കാണപ്പെടുന്നത്, ഇല കൊഴിയുന്ന മരങ്ങൾ. അതിലും താഴെയാണെങ്കിൽ എവർഗ്രീൻ കാണപ്പെടും, കൊഴിയാത്ത മരങ്ങൾ. കുറച്ചുകൂടി പൊക്കം പോകുമ്പോൾ ഇല കൊഴിയുന്ന മരങ്ങൾ. ഒരു 1000 തൊട്ട് 2000 മീറ്റർ ഉയരം വരെ വീഴുമ്പോഴത്തേക്കും മോയിസ്റ്റ് ഡെസിഡിയസ്, വീണ്ടും ഉയരം കൂടുമ്പോഴത്തേക്കും കോണിഫറസ് ട്രീസ്, ഉദാഹരണമാണ് ഡിയോഡർ എന്ന് പറയുന്ന ചെടി. ഓക്കെ, വീണ്ടും ഉയരം കൂടുമ്പോൾ ഷ്രബ്സ് ആയിട്ടുള്ള ജൂനിപ്പേഴ്സ് ഒക്കെയാണ് കാണപ്പെടുന്നത്. ജൂനിപ്പേഴ്സ്, റോഡോ ഡെൻഡ്രോൺസ് പോലുള്ള ചെടികളാണ് കാണപ്പെടുന്നത്. വീണ്ടും ഹയസ്റ്റ് ഓൾട്ടിറ്റ്യൂഡിൽ പോകുമ്പോൾ അവിടെ കാണുന്നത് എന്താണ്? ആൽപീൻ മെഡോസ് ആണ്. മെഡോസിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ, ഇതെവിടെ പറഞ്ഞു നോക്കിയേ. ഡെസിഡിയസ് ഏറ്റവും താഴെ നമുക്ക് വേണമെങ്കിൽ എവർഗ്രീൻ എഴുതാം, എവർഗ്രീൻ. ഡെസിഡിയസ് വെറ്റ് ടെമ്പറേറ്റ് എന്ന് പറയുന്നതാണ് ഞാൻ മോയിസ്റ്റ് ഡെസിഡിയസ് എന്ന് പറഞ്ഞത്, വേറൊരു ഇത് ഞാൻ എടുത്ത് വെച്ച് സ്ലൈഡ് ആയതുകൊണ്ടാണ്. വീണ്ടും വരും കൂടുമ്പോൾ ആൽപിൻ പാസ്റ്റേഴ്സ്, അത് തന്നെയാണെന്ന് പറയുന്നത് കോണിഫറസ് ട്രീ എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് തുണ്ട്ര വെജിറ്റേഷൻ, അതിനകത്താണ് മോസസ്, ലൈക്കൻസും ഒക്കെ വരുന്നത്. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന എന്തിനും വരുന്ന മാറ്റം, നാച്ചുറൽ വെജിറ്റേഷൻ വരുന്ന മാറ്റം. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ബ്രേക്ക് ഒക്കെ എടുത്തോ. ഓക്കെ, ഞാൻ എന്തായാലും കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ബ്രേക്ക് എടുത്തോ, ഒന്ന് എണീറ്റ് ഒന്ന് സ്ക്രീനിൽ നിന്നൊക്കെ ഒന്ന് നോക്കി, അല്ല വേറെ അങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് നോക്കി ഒന്ന് ഫ്രഷ് ആയിട്ട് വന്ന് ബാക്കി കണ്ടാൽ മതി. ഓക്കെ, ഒറ്റയടിക്കേണ്ട, ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. നെക്സ്റ്റ് നമ്മൾ വൈൽഡ് ലൈഫിലോട്ട് പോവുകയാണ്. ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. ഓക്കെ, ഹിമാലയൻ റീജിയൻസിനകത്ത് ഉള്ള മൃഗങ്ങളാണ് നമ്മൾ വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത്. യാക്ക്, മസ്ക് ഡിയർ, ഒറ്റക്കൊമ്പുള്ള റൈനോസറസ്, സ്നോ ലെപ്പേർഡ്സ് ഒക്കെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ബയോസ്ഫിയർ റിസർവുകളും നാഷണൽ പാർക്കുകളും വൈൽഡ് ലൈഫ് സാങ്ച്വറികളും ഒക്കെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട കുറച്ച് നാഷണൽ പാർക്കുകളൂടെ പറയുന്നുണ്ടെന്ന് കേട്ടിരിക്കുക, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട നാഷണൽ പാർക്ക് എന്നുള്ളത്. ഇവിടെ നമുക്ക് ഞാൻ മാപ്പിലൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. നോക്കിക്കോ, ഏതൊക്കെയാണ് നമുക്ക് പ്രധാനപ്പെട്ട നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ വെസ്റ്റേൺ ഹിമാലയത്തിന്റെ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ, ഇതാണല്ലോ വെസ്റ്റേൺ ഹിമാലയ എന്ന് പറയുന്നത്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം പറയാനുള്ളത് ഡെച്ചിങ്ഹാം നാഷണൽ പാർക്ക്. ഇതാ കണ്ടോ, ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്, ഡെച്ചിങ്ഹാം നാഷണൽ പാർക്ക്. കണ്ടോ, എവിടെയാണ് ഡെച്ചിങ്ഹാം നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്? ജമ്മു കാശ്മീരിലാണ്. കണ്ടോ, ഈ ഭാഗത്താണ് ഡെച്ചിങ്ഹാം നാഷണൽ പാർക്ക്. അടുത്ത് വരുന്ന ഒന്നാണ് ഹെമീസ് നാഷണൽ പാർക്ക്. ഹെമീസ് നാഷണൽ പാർക്ക് എവിടെയാണ്? അത് ലഡാക്കിന്റെ ഭാഗത്താണ്. എവിടെയാണത്? ലഡാക്കിന്റെ ഭാഗത്താണ്. അടുത്ത് വരുന്ന ഒന്നാണ് വാലി ഓഫ് ഫ്ലവർ. ഇതാ കണ്ടോ, വാലി ഓഫ് ഫ്ലവർ നാഷണൽ പാർക്ക്. എവിടെ വാലി ഓഫ് ഫ്ലവർ? ഇത് കണ്ടാൽ തന്നെ അറിയാം, ഉത്തരാഖണ്ഡിലാണ്. ജിം കോർബറ്റ് നാഷണൽ പാർക്ക്, അതും ഇവിടെ തന്നെയാണ്, ഉത്തരാഖണ്ഡിലാണ്. രാജാജി നാഷണൽ പാർക്ക്, അതും ഇവിടെ തന്നെയാണ്, ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിലെ 3 അതാണ് വെസ്റ്റേൺ ഹിമാലയത്തിലുള്ള പ്രധാനപ്പെട്ടത്. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, ഞാൻ പറയുന്നതേ ഉള്ളൂ, ഇത് കാണാതെ പഠിക്കുകയൊന്നും വേണ്ട. ഇനി നമ്മൾ ഈസ്റ്റേൺ ഹിമാലയത്തിന്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ കാഞ്ചൻ സൊങ്ക അല്ലെങ്കിൽ കാഞ്ചൻജംഗ എവിടെയാണ്? സിക്കിമിലാണ്. മനാസ് നാഷണൽ പാർക്ക് എവിടെയായിരിക്കും? മനാസ് ഈ ഭാഗം കണ്ടിട്ട് എന്ത് തോന്നുന്നു? മനാസ് ആസാമിന്റെ ഭാഗത്താണ്. ഇവിടെയാണ് ആസാം, അരുണാചൽ പ്രദേശ് ഇവിടെ നിന്നാണ്, അപ്പൊ ഇതെവിടെയാണ്? ആസാമിന്റെ ഭാഗത്താണ്. അടുത്ത് കാസിരംഗ നാഷണൽ പാർക്ക് എവിടെയാണ്? കാസിരംഗ നാഷണൽ പാർക്ക്, ആ കാസിരംഗയും ഇവിടെ തന്നെയാണ്, ആസാമിന്റെ ഭാഗത്താണ്. ഇവിടെ സോറി, ഞാൻ മാർക്ക് ചെയ്ത് മാറിപ്പോയതാണ്. ഇവിടെയാണ് കാസിരംഗ. ഓക്കെ, കാസിരംഗ നാഷണൽ പാർക്ക് ഇവിടെയാണ്. ഇനി ദീബ്രു സൈക്കോവ നാഷണൽ പാർക്ക്, ദീബ്രു സൈക്കോവ നാഷണൽ പാർക്കും ഇവിടെ തന്നെയാണ്, അതും ആസാമിൽ തന്നെയാണ്. പിന്നെ കേബിൾ ലംജാവോ നാഷണൽ പാർക്ക് ഉണ്ട്. കേബിൾ ലംജാവോ എവിടെയാണ്? മണിപ്പൂരിലാണ്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നാഷണൽ പാർക്ക്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. നെക്സ്റ്റ് കൃഷിയിലോട്ട് വരാം. അപ്പൊ നമ്മൾ കൃഷിയിലോട്ട് വരുന്ന സമയത്ത് മൗണ്ടൻ ആണല്ലോ, അപ്പൊ നോർമൽ അങ്ങനെ രീതിയിലുള്ള കൃഷികളൊക്കെ ഇവിടെ വളരെ കുറവാണ്. ഓക്കെ, കാരണം ഈ പറയുന്ന ഉയരം, ചരിവ്, അതുപോലെ എന്താണ് വളമില്ലാത്ത മണ്ണ്, അതുപോലത്തെ കുറച്ച് ടെമ്പറേച്ചർ, ഇതൊക്കെ എന്താണ് കൃഷിക്ക് അഡ്വേഴ്സ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. എന്നാലും ഈ പറയുന്ന മൗണ്ടൻ സ്ലോപ്പുകൾ ടെറസുകളായിട്ട് കൺവേർട്ട് ചെയ്ത്, ടെറസ് എന്ന് വെച്ചാൽ എന്താ, ഇങ്ങനെ ചരിഞ്ഞ പ്രദേശത്ത് നമ്മൾ തട്ടായിട്ട് തിരിക്കുന്നതിനെയാണ് ടെറസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഈ ചരിച്ച സ്ഥലത്ത് റബ്ബർ മരങ്ങളൊക്കെ നടുന്ന രീതിയില്ല, അതുപോലെ വലിയ ഫോം. ഓക്കെ, അപ്പോൾ എന്നാലും അഗ്രികൾച്ചർ, അപ്പോൾ ഈ ഹിമാലയത്തിന്റെ ഭാഗത്ത് ആൾക്കാർ മൗണ്ടൻ സ്ലോപ്പുകൾ ടെറസുകളായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അവിടെ പാഡിയും പയറുവർഗ്ഗങ്ങളും പൊട്ടറ്റോയും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? മഴക്കാലത്ത് കൃഷി ചെയ്യാറുണ്ട്. ഓക്കെ, അതുപോലെ സ്പ്രിംഗ് സീസൺ സമയം വരുന്നപ്പോൾ വീറ്റും ഫ്രൂട്ട്സും ഒക്കെ എന്ത് ചെയ്യും? കൾട്ടിവേറ്റ് ചെയ്യും. ഇനി ആസാം ഡാർജിലിംഗ് ഭാഗത്തോട്ട് പോയാൽ, ഞാൻ മുന്നേ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ എന്താണ് നമ്മുടെ തേയില കൾട്ടിവേഷൻ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ഈ ആസാം ഡാർജിലിംഗ്. ഓക്കെ, ഇനി ഈ സ്ഥലത്തുള്ള ഈ ഗോത്രവർഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. ഓക്കെ, ട്രൈബൽസ് ആയിട്ടുള്ള ആൾക്കാർ,
അവർ ഇന്നും അവിടെ നടത്തുന്നൊരു കൃഷി രീതിയുണ്ട്. അതിൻ്റെ പേര് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്നാണ്. എന്താ ഈ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, ഇവിടെ ഈ പറയുന്ന മോഡേൺ ആയിട്ടുള്ള കൃഷി രീതികളൊന്നും തന്നെ ഇല്ല. പകരം കാടിലെ ഒരു ഭാഗത്തിന് ഇവർ ആദ്യം ഒന്ന് വെട്ടിത്തെളിക്കും. ഓക്കെ, വെട്ടിത്തെളിച്ചിട്ട് അവിടുത്തെ ഈ പറയുന്ന ചെടികളും വെട്ടി മുറിച്ച സാധനങ്ങളൊക്കെ അവിടെ ഇട്ട് തന്നെ കത്തിച്ച് ആ ചാരത്തിനെ മണ്ണുമായിട്ടൊക്കെ മിക്സ് ചെയ്ത് അവിടെ കൃഷി ചെയ്യും. എന്നിട്ട് ഈ സ്ഥലത്ത് ഒരു തവണ കൃഷി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ ഫെർട്ടിലിറ്റി ഒക്കെ നഷ്ടപ്പെടും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ആ സ്ഥലത്തിന് ഉപേക്ഷിച്ചിട്ട് അവർ മറ്റൊരു സ്ഥലം തൊട്ടടുത്ത കാടല്ലേ, അപ്പോൾ അവർക്ക് ഫുൾ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അടുത്തൊരു ഭാഗം അവർ ക്ലിയർ ചെയ്തിട്ട് അവിടെ കൃഷി ചെയ്യും. അങ്ങനെ ഈ ഓരോ സ്ഥലത്തു നിന്നും ഈ കൃഷിയിടം ഷിഫ്റ്റ് ചെയ്ത് കൃഷി ചെയ്യുന്നതുകൊണ്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ എന്നൊക്കെ ഇതിനെ പറയാറുണ്ട്. സംഭവം എന്താണ്, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ആണ് ഇവിടെ നടത്തുന്നത്. എവിടെ നടത്തുന്നത്? ഇവിടെ അഗ്രികൾച്ചർ ഇവിടെ ഹിമാലയൻ ഭാഗത്ത് നടത്തുന്നത്. വീണ്ടും പറയേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല, അടുത്തതിലോട്ട് പോവുകയാണ്. ആനിമൽ റെയറിങ്. മൃഗങ്ങളെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ അധികം മൃഗങ്ങളൊന്നും നമുക്ക് വളർത്താൻ പറ്റില്ല. എന്നാലും കുറച്ച് മൃഗങ്ങളൊക്കെ ഇവർ എന്ത് ചെയ്യാറുണ്ട്, ഇവിടെ വളർത്താറുണ്ട്. പക്ഷെ ഇതൊക്കെ എന്താണ്, ക്ലൈമറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് വളർത്തുന്നത്. നമ്മൾ താഴ്വരകളിൽ നോക്കുകയാണെങ്കിൽ വാലീസിന്റെ ഭാഗം എന്ന് വെച്ചാൽ ഈ മൗണ്ടന്റെ താഴത്തെ ഭാഗം വാലീസ് നോക്കുകയാണെങ്കിൽ അവിടെ ആടും പശുക്കളെയൊക്കെ ആൾക്കാർ വളർത്താറുണ്ട്. എന്നാൽ മൗണ്ടൻ സ്ലോപ്പിലോട്ട് അല്ലേ, ഈ ചരിവിലോട്ടൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യും, അവിടെ പിന്നെ ചെമ്മരി ആടിനും കുതിരകളെയൊക്കെയാണ് ആൾക്കാർ വളർത്താറ്. എക്സ്ട്രീമായിട്ട് വളർത്തുന്ന സ്ഥലങ്ങളിലൊക്കെ യാക്കിനെ പോലെയുള്ള, യാക്കെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരുപാട് രോമമുള്ള പശുവിനെ പോലെയൊക്കെ ഇരിക്കുന്ന വലിയ യാക്കിനെ പോലെയുള്ള മൃഗങ്ങളാണ് എന്ത് ചെയ്യുന്നത്. കാരണം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ തണുപ്പ്, ഈ എക്സ്ട്രീം തണുപ്പിന് അവർക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഹിമാലയത്തിന്റെ ഭാഗത്ത് കാണപ്പെടുന്ന ആട്ടിടയന്മാരെ വിളിക്കുന്ന പേരാണ് ഗുജ്ജാർസ്. ഓക്കെ, എന്താണ് ഗുജ്ജാർമാർ എന്ന് പറയുന്നത്? ഇവിടുത്തെ ആട്ടിടയന്മാരാണ്. ഇവരെന്ത് ചെയ്യും, ഈ മൗണ്ടൻ മെഡോസ് പഠിച്ച ഓർമ്മയില്ലേ നിങ്ങൾക്ക് മുമ്പിൽ? അപ്പൊ ഈ മെഡോസിനകത്ത് കൊണ്ടുപോയി ആടിനെയൊക്കെ നോക്കി അവിടെ നിന്ന് ഇങ്ങനെ ഒരു നൊമാഡിക് ലൈഫ്, അലഞ്ഞിരുന്ന് ജീവിതം നയിക്കുന്ന ആൾക്കാരാണ് എന്ത്, ഗുജ്ജാർമാരെന്ന് പറയുന്നത്. ലാസ്റ്റ് ടോപ്പിക്കാണ് ഈ ചാപ്റ്റർ. കണ്ടോ എന്ത് വലിയൊരു ചാപ്റ്റർ ആണെന്ന്. അപ്പൊ ഈ ഒരു വലിയ ചാപ്റ്റർ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഭയങ്കര വലിയ ചാപ്റ്റർ ആയിപ്പോയി അല്ലെ, പുതിയ ടെക്സ്റ്റ് ബുക്ക് ഇറക്കി ഒരു കുറച്ചൊരു ചതി ചെയ്തു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അതോ ഇത് സിമ്പിളായിട്ട് തോന്നുന്നുണ്ടോ? എന്താണെന്നാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്തേക്കും. ഓക്കെ, നിങ്ങൾക്ക് ചാപ്റ്റർ ഭയങ്കര പാടായിട്ട് തോന്നുകയാണോ അതോ ഈസി ആയിട്ട് തോന്നുകയാണോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ടോപ്പിക്ക് നമുക്ക് ടൂറിസം ആണ്. ടൂറിസം ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ഹിമാലയൻ ടൂറിസത്തിന് അല്ലെങ്കിൽ ഈ നോർത്ത് മൗണ്ടൻ റീജിയൻസിന്റെ ടൂറിസത്തിനൊക്കെ ഒരു 3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസ് എന്നിങ്ങനെ 3ആയിട്ട് തിരിക്കാം. ഇപ്പോൾ ഫസ്റ്റ് ഫേസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഇവിടെ ഈ പറയുന്ന തീർത്ഥാടനത്തിന് വേണ്ടിയിട്ട് വരുന്നവരാണ്. കൈലാസം, മാനസ സരോവർ. ഈ കൈലാസം എന്ന് വെച്ചാൽ നമ്മുടെ ശിവന്റെ സ്ഥലം എന്നൊക്കെ അറിയപ്പെടുന്നത്, അല്ലെ മഹാദേവൻ, അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദു ദൈവവിശ്വാസ പ്രകാരം നമ്മുടെ മഹാദേവൻ അല്ലെങ്കിൽ പരമശിവന്റെ സ്ഥലമാണ് ഈ കൈലാസവും മാനസരോവർ നദി. കാരണം പുരാണങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവരെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അമർനാഥ്, കേദാർനാഥ്, ബദ്രിനാഥ്, ഹേമകുണ്ട് സാഹിബ് ഒക്കെ എന്താണ് പ്രധാനപ്പെട്ട മതവിശ്വാസങ്ങളുടെ ഭാഗമായിട്ട് ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പൊ അങ്ങനെ ഹിമാലയത്തിലോട്ട് ആൾക്കാർ ടൂറിസത്തിന്റെ പേര് വരാറുണ്ട്. അപ്പൊ ടൂറിസത്തിന്റെ പേര് വരുമ്പോൾ അതൊരു ബിസിനസ്സാണ്. അവിടെയുള്ള ആൾക്കാർക്ക് അതിൽ നിന്ന് സാധനങ്ങൾ വിൽക്കുന്നതും ആൾക്കാരെ താമസിപ്പിക്കുന്നതും ഹോട്ടലും അങ്ങനെ പല വഴി കൂടി എന്ത് ചെയ്യും, കാശ് കിട്ടാറുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു ഫേസ് എന്ന് പറയുന്നത് ഈ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടിയാണ്. ഈ ബ്രിട്ടീഷുകാർക്ക് ഈ നാട്ടിൽ ഒരു ഭയങ്കര ചൂടാണ് അവരുടെ സ്ഥലം വെച്ച് നോക്കും. അപ്പൊ ഇന്ത്യയിൽ തന്നെ അവർക്ക് പറയുന്ന നല്ല സമയത്ത് നല്ല രസമായിട്ട് താമസിക്കാൻ പറ്റുന്ന വേനൽക്കാല വസതികൾ, കാരണം ഇവിടുത്തെ വേനൽ സായിപ്പന്മാർക്ക് പറ്റത്തില്ല. അപ്പൊ ഒരു ഷിംല, ഡാർജിലിംഗ്, ഷില്ലോങ്, അൽമോര, അതുപോലെ മുസൂറി, നൈനിറ്റാൾ പോലെയുള്ള തണുപ്പുള്ള സ്ഥലങ്ങൾ എന്ത് ചെയ്യും, അവർ എസ്റ്റേറ്റ് ബംഗ്ലാവുകളും ഒക്കെ കെട്ടി അവിടെ എന്ത് ചെയ്യുമായിരുന്നു, വേനൽക്കാല വസതികളാക്കി മാറ്റുമായിരുന്നു. അങ്ങനെ പല സ്ഥലത്ത് ഈ വേനൽക്കാല വസതികളാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്, നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളും അതുപോലെ PWD റെസ്റ്റ് ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല നമ്മൾ കാണാറുണ്ട് അല്ലേ. ഓക്കെ, ഇനി മൂന്നാമത്തെ ഫേസ് എപ്പോഴാണ് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എവറസ്റ്റ് നമ്മുടെ ടെൻസിങ്ങും ഹിലാരിയും കൂടിയിട്ട് 29 മെയ് 1953 എന്ത് ചെയ്യുന്നുണ്ട്, കീഴടക്കുന്നു. അപ്പൊ ഈ അഡ്വഞ്ചർ ടൂറിസം, മൗണ്ടനിയറിങ്, പാരാഗ്ലൈഡിങ്, സ്കീയിങ്, ഇതിനു വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ എന്ത് ചെയ്യാറുണ്ട്, ഇവിടെ വരാറുണ്ട്. അപ്പൊ ഈ എല്ലാ തരം പൊട്ടൻഷ്യലും ഈ മൗണ്ടൻസിനുള്ളത് ഇപ്പൊ നമ്മളെ ഗവൺമെന്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഇവിടുത്തെ ടൂറിസത്തെ പറ്റി പറയുന്നത്. അപ്പൊ അങ്ങനെ ഇത് പറയുമ്പോൾ നമ്മൾ ഈ ഒരു വലിയ ചാപ്റ്റർ ഇവിടെ എന്ത് ചെയ്യാണ്, അവസാനിക്കുക. ഓക്കെ, അത്യാവശ്യം നല്ല വലിയൊരു ചാപ്റ്ററാണ്. ഒരു 9ാം ക്ലാസ്സിന്റെ ലെവലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കാനുണ്ട്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്, പാർട്ടികളാക്കി നോട്ടും എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇനി വരുന്നൊരു ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചാപ്റ്ററുമായിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററുമായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.